മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ കാണുന്ന കാഴ്ചയുണ്ടോ, ജനസാഗരമാണ് മ്യൂസിയത്തിൽ കയറാനായിട്ട് കേട്ടോ. നല്ല തിരക്കാണ് ഗൈസ്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ആളുകൾ ക്യൂ നിൽക്കുന്ന നോക്കിയേ. ഇത്രയും ക്യൂ ആണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ വരുന്ന വഴിക്ക്, നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മ്യൂസിയം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ പൊന്നോ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടകത്ത്. മമ്മിയൊക്കെ ലൈവായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മമ്മി കാണാൻ സാധിച്ചു, റിയൽ മമ്മി. ഇനിയിപ്പോൾ ബസിലിക്ക, ഈ ഒരു വലിയ മതിൽ കണ്ടില്ലേ, ഈ മതിലിൻ്റെ സൈഡ് പിടിച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോഴാണ് ബസിലിക്ക. ഇതിൻ്റെ ചുറ്റി ഇങ്ങനെ വന്നു, അതിൽ ചുറ്റി വന്ന് നമ്മൾ ബസിലിക്കയിലേക്ക് കയറാൻ പോവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് പഴയ ബിൽഡിങ്സ്, പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് സ്ഥലങ്ങൾ റോഡ് സൈഡിൽ തന്നെ, ചെറിയ ഹട്ട്സിൽ. നേരെ പിസേരിയ കാണാൻ സാധിക്കും, ലഞ്ച് പിസേരിയ. പിന്നെ ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ മിക്കവരും ബംഗ്ലാദേശികളാണ്. ഒരുപാട് ബംഗ്ലാദേശികൾ, എല്ലാ കടക്കാരും ഇതുണ്ടല്ലേ, എല്ലാ കടയിലിരിക്കുന്നവരും കടക്കാരും ഇവിടെ ബംഗ്ലാദേശികളാണ് മിക്കവരും. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ച് എന്നാലും നമ്മുടെ അയൽവാസികളാണല്ലോ. അപ്പോൾ ഒട്ടുമിക്കവർ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടക്കാരെല്ലാവരും മിക്കവരും ഇത് ബംഗ്ലാദേശികളാണ് കേട്ടോ. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആ മെയിൻ കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് കയറിയിട്ടാ. വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള പേപ്പൽ ബസിലിക്കയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, അഥവാ പത്രോസിൻ്റെ സിംഹാസന ദേവാലയം. വത്തിക്കാൻ സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ദേവാലയത്തിൽ ഒരേ സമയം ഏകദേശം 60,000 പേർക്ക് പ്രവേശിക്കാനാകും. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ പേപ്പൽ ബസിലിക്ക എന്ന അർത്ഥത്തിൽ ബസിലിക്ക പപ്പാലെ ഡി സാൻ പെത്രോ ഇൻ വത്തിക്കാനോ എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ക്രിസ്ത്യൻ പള്ളി ഇറ്റാലിയൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. 5 ഏക്കറിലധികം വിസ്താരമുള്ള ഇതിന് 720 അടി നീളവും 490 അടി വീതിയും 448 അടി ഉയരവുമാണുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കി 4 നൂറ്റാണ്ടിനപ്പുറവും റോമാ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടവും ഇതുതന്നെയാണ്. അപ്പോസ്തലന്മാരുടെ തലവൻ്റെ പേരിലുള്ള ഈ സിംഹാസന ദേവാലയം കത്തോലിക്ക സഭയുടെ കത്തീഡ്രലോ മാർപ്പാപ്പയുടെ സിംഹാസനമോ അല്ല. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലങ്ങളിലൊന്നാണ്. പാരമ്പര്യമനുസരിച്ച് പത്രോസിൻ്റെ ശവകുടീരം ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയുടെ അടിയിലാണുള്ളത്. പത്രോസ് ആയിരുന്നു റോമിലെ ആദ്യ മെത്രാൻ. പത്രോസ് അപ്പോസ്തലൻ അടക്കം ചെയ്യപ്പെട്ട വത്തിക്കാൻ കുന്നിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ ഒരു ദേവാലയം നിർമ്മിച്ചിരുന്നു. 1506 ഏപ്രിൽ 18 മുതൽ 1626 നവംബർ 18 വരെയായിരുന്നു പുതിയ ബസിലിക്കയുടെ നിർമ്മാണം. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കത്തോലിക്കരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. നിരവധി മാർപ്പാപ്പമാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. 120 വർഷം നീണ്ട ദേവാലയ നിർമ്മാണത്തിൽ മൈക്കലാഞ്ചലോ എന്ന കലാകാരൻ്റെ പങ്ക് വളരെ വലുതാണ്.